നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് കടുത്ത ചൂടാണ്. അതിന്റെ ജാഗ്രതാ മുന്നറിയിപ്പൊക്കെയുണ്ട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ അതീവ ജാഗ്രത തുടരുകയാണ്. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. പുറത്തിറങ്ങുമ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നത് പോലെ രാവിലെ 11-നും 3-നും ഇടയിൽ പുറത്തധികം ഇറങ്ങാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒപ്പം പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ള കാര്യത്തിലേക്കാണ് ഓരോ ദിവസവും കടന്നു പോകുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇറാന് മേലുള്ള ഉപരോധം തുടരുമെന്ന നിലപാടിൽ അമേരിക്ക നിൽക്കുകയാണ്. അതായത് 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ നാളെ അവസാനിക്കാനിരിക്കെയാണ് ട്രംപ് ഇത്തരം കടുത്ത നിലപാടിലേക്ക് പോകുന്നത്. ഇതോടെ സമാധാന ചർച്ചകളിൽ അനിശ്ചിതത്വം വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറണമെന്ന US നിലപാടും ഒപ്പം ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കണമെന്ന ഇറാന്റെ ആവശ്യവും ചർച്ചകൾ വഴിമുട്ടാൻ പ്രധാന കാരണമായിട്ടുണ്ടെങ്കിലും പ്രതീക്ഷയുടെ ഒരു നേരിയ നാളം എവിടെയോ ഉണ്ട്. ഒരുപക്ഷെ ചർച്ചകൾ നടന്നാൽ ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ പശ്ചിമേഷ്യ സാധാരണഗതിയിലേക്ക് എത്തും. ഒപ്പം തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇന്ന് പരസ്യപ്രചാരണത്തിന്റെ ദിവസമാണ്. പശ്ചിമ ബംഗാളിലും അതെ, ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഇടങ്ങളിലൊക്കെ ഇന്ന് പരസ്യപ്രചാരണം അവസാനിക്കുകയാണ്. ഇനിയൊരു നിശബ്ദ പ്രചാരണത്തിൻ്റെ ഇന്നൊരു ദിവസം കൂടി ആഘോഷമായി പ്രചാരണം നടത്തിക്കഴിഞ്ഞാൽ നാളെ നിശബ്ദ പ്രചാരണമാണ്. മറ്റന്നാളാണ് തമിഴ്നാടും പശ്ചിമ ബംഗാളിലെ ഒരു വിഭാഗവും ആദ്യം പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. വാർത്തകളൊക്കെ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. അടുത്ത 3 ദിവസം സംസ്ഥാനത്ത് അത്യുഷ്ണം തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ഈ മാസം അവസാനത്തോടെ വേനൽ മഴ ശക്തമാകും. കടുത്ത വേനലിൽ നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച് മൂന്നാറിൽ സാമൂഹ്യ വിരുദ്ധർ. വെടിനിർത്തൽ കരാറിലെത്താതെ ഹോർമൂസിലെയും ഇറാൻ തുറമുഖങ്ങളിലെയും ഉപരോധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിൽ ഉറച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നാവിക ഉപരോധം നീക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. നിലപാട് ആദ്യഘട്ട വെടിനിർത്തൽ അവസാനിക്കാൻ 24 മണിക്കൂർ ബാക്കി നിൽക്കെ 2ാം ഘട്ട ഇസ്ലാമാബാദ് ചർച്ചകളിൽ അനിശ്ചിതത്വം. 10 ദിവസത്തെ വെടിനിർത്തൽ ധാരണ ലംഘിച്ച് ലെബനോനിൽ ഇസ്രയേൽ ആക്രമണം. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ആത്മഹത്യ ചെയ്ത നിതിൻ രാജിന്റെ കുടുംബം ഇന്ന് കോളേജിലെത്തും. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ലോണാപ്പ് ജീവനക്കാരുടെ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ട ഹർജി ഇന്ന് കോടതിയിൽ. പ്രതികളായ അധ്യാപകരുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ നാളെ വാദം. തമിഴ്നാട്ടിൽ ഇന്ന് കൊട്ടിക്കലാശം. അവസാനവട്ട വോട്ടുറപ്പിക്കാൻ DMK സഖ്യവും TVKയും NDAയും. പശ്ചിമബംഗാളിലെ 1ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലും പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. IPLൽ തിലക് വർമ്മയുടെ വെട്ടിക്കെട്ട് ബാറ്റിംഗിൽ മുംബൈ ഇന്ത്യൻസിന് 2ാം ജയം. ഗുജറാത്ത് ടൈറ്റൻസിനെ തകർത്തത് 99 റൺസിന്. തിലക് 45 പന്തിൽ 101 നോട്ട് ഔട്ട്. ഇന്ന് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. വരുന്ന 3 ദിവസം സംസ്ഥാനത്ത് അത്യുഷ്ണം തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പാലക്കാട് ഓരോ ദിവസവും 40 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അങ്ങനെ 40-ന് അടുത്ത് അല്ലെങ്കിൽ 39 അങ്ങനെ പോവുകയാണ്. ഏപ്രിൽ അവസാനത്തോടെ വേനൽ മഴ ശക്തമായേക്കുമെന്നുള്ള ഒരു കാര്യം കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതൊരു ആശ്വാസ വാർത്തയാണ്. എബി ജോൺ തോമസ് വിവരങ്ങൾ നൽകും. എബി, ഈ കാലാവസ്ഥയെ സംബന്ധിച്ച്, ആളുകളെ സംബന്ധിച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ എപ്പോഴും ചൂട് കാലമാണ്. പക്ഷേ ഓരോ വർഷവും ആ ഏപ്രിൽ മെയ്യിലെ ചൂടിൻ്റെ തീഷ്ണത കൂടിക്കൂടി വരികയാണ്. ഈ വർഷവും അങ്ങനെ ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ വേനൽ മഴ എത്തും എന്നുള്ള ആ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് ഒരു ആശ്വാസമാകുന്നുണ്ടല്ലോ. തീർച്ചയായും ചൂട് കാലം തന്നെയാണ് ഇത്. കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും നമ്മൾ പതിവായി കടന്നു പോകുന്ന വേനലിൻ്റെ ഒരു സമയമുണ്ട്. പക്ഷേ അതിന് വ്യത്യസ്തമായി അനിതര സാധാരണമായിട്ടുള്ള ഒരു വലിയ ചൂട് അനുഭവം തന്നെയാണ് ഇത്തവണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഈ ചൂട് അതിശക്തമായി തന്നെ തുടരുന്ന സാഹചര്യമാണ്. ഇനിയുള്ള 3 ദിവസത്തേക്ക് അതിശക്തമായിട്ടുള്ള ചൂട് തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് 40 ഡിഗ്രി ചൂടാണ്. കൊല്ലവും ഒട്ടും തന്നെ മോശമല്ല. കൊല്ലത്ത് 39.5 ഡിഗ്രി സെൽഷ്യസ് ചൂട് ഇന്നലെ അനുഭവപ്പെട്ടു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നിപ്പോൾ 36 വരെയാണ് പറയുന്നത്. ബാക്കിയുള്ള ജില്ലകളിൽ, അതായത് കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട തുടങ്ങിയിട്ടുള്ള ജില്ലകളിലൊക്കെ തന്നെയും ഇതിനേക്കാൾ ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കുന്നത്. 38 ഡിഗ്രി വരെയാണ് ഈ ജില്ലകളിൽ പറയുന്നത്. അത് സാധാരണയിൽ നിന്നും 3-4 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂടാണ് അനുഭവപ്പെടാനിരിക്കുന്നത് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. എന്തായാലും
ഈ ആഴ്ച അവസാനിക്കുന്ന ഘട്ടത്തിൽ വേനൽ മഴ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അത് ഒരു ആശ്വാസകരമായിട്ടുള്ള ഈ ചൂട് കാലത്ത് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം കൊച്ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ചിലയിടങ്ങളിലൊക്കെ തന്നെയും ഒറ്റപ്പെട്ട ചെറിയ മഴ അനുഭവപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ശക്തമാകുന്ന, അതായത് അടുത്ത ആഴ്ച അവസാനത്തോടു കൂടി വേനൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. എന്തായാലും ഈ ചൂട് അതിശക്തമായി തന്നെ തുടരുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക, വെള്ളം ധാരാളമായി കുടിക്കുക, 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ വെയിൽ നേരിട്ടേൽക്കാതിരിക്കുന്നതിനുള്ള ശ്രദ്ധ ചെലുത്തുക. അത് ഒപ്പം തന്നെ ഈ തൊഴിലാളികളെയാണ് ഇത് പ്രതികൂലമായി കൂടുതലായി ബാധിക്കുന്നത്. അവരുടെ തൊഴിൽ സമയങ്ങൾ ഉൾപ്പെടെ കൃത്യമായ രീതിയിൽ പുനഃക്രമീകരിക്കണം തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെയുണ്ട്. ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിക്കണമെന്നാണ് കാലാവസ്ഥ വകുപ്പ് കർശനമായി തന്നെ പറയുന്നത്. എന്തായാലും ഈ ചൂട് അതിശക്തമായി തന്നെ തുടരുകയാണ്. വരുന്ന 3 ദിവസവും ഇതേ ചൂട് തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആശ്വാസകരമായി ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വേനൽ മഴ ശക്തമാകാനുള്ള സാധ്യത കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ശരി, എബിയാണ് വിവരങ്ങൾ നൽകിയത്. എബി സൂചിപ്പിച്ച പോലെ തന്നെ കാര്യമായ, അതായത് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത്യുഷ്ണമാണ്, സൂര്യതാപം ഏൽക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ചിലയിടത്തൊക്കെ സൂര്യതാപം റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യത്തിൽ ഈ രാവിലെ 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നേരിട്ട് വെയിലേൽക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. ഒപ്പം ധാരാളം വെള്ളം കുടിക്കണം. ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടാകാതിരിക്കാനുള്ള ഇടപെടൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ജാഗ്രതയോടെ മുന്നോട്ട് പോകണം എന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. അത് തന്നെയാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഇനി നമ്മൾ കണ്ണൂരിലേക്കാണ് പോകുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ആത്മഹത്യ ചെയ്ത നിതിൻ രാജിന്റെ കുടുംബം ഇന്ന് കോളേജിലെത്തുകയാണ്. പിതാവ് രാജനും സഹോദരി നിഖിതയും സഹോദരി ഭർത്താവ് അശോകനുമാണ് കോളേജിലെത്തുക. ഇതോടൊപ്പം തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ലോണാബ് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. പ്രതികളായ അധ്യാപകരുടെ മുൻകൂർ ജാമ്യ ഹർജി നാളെ പരിഗണിക്കുന്നുണ്ട്. ജോസഫ് അഗസ്റ്റിൻ വിശദാംശങ്ങൾ നൽകും. ജോസഫ്, ഈ നിധിന്റെ മരണത്തെ, അതായത് ആത്മഹത്യക്ക് ശേഷം കുടുംബം കോളേജിലേക്ക് എത്തുകയാണ്. കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവർ കോളേജിൽ എത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതോടൊപ്പം തന്നെ അധ്യാപകരുടെ മുൻകൂർ ജാമ്യ ഹർജിയൊക്കെ നാളെ പരിഗണിക്കാനിരിക്കുകയാണ്. വിവരങ്ങൾ. ഏപ്രിൽ 10-നാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. അതിനുശേഷം ആദ്യമായാണ് അധ്യാപകർ ഈ കോളേജിൽ എത്തുന്നത് എന്നുള്ള പ്രത്യേകതയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. അതായത് ഇന്നലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഈ പബ്ലിക് പ്രോസിക്യൂട്ടറെ അടക്കം ഇത്തരത്തിൽ നിതിൻ രാജിന്റെ കുടുംബം കണ്ടിരുന്നു. ഈ അന്വേഷണത്തിൽ കടുത്ത രീതിയിലുള്ള ആശങ്കകളാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പലിന് ഉൾപ്പെടെ പ്രതി ചേർക്കണമെന്ന ആവശ്യമാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. കാരണം പ്രിൻസിപ്പലിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അറിവുകൾ ഉണ്ടായിരുന്നു. ആദ്യഘട്ടം മുതൽ ഈ വിവരങ്ങൾ രക്ഷിതാക്കളെ അറിയിക്കുന്നതിൽ ഗുരുതരമായ അലംഭാവം ഈ പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് സംഭവിച്ചു. മാത്രമല്ല, ഈ 12:30 ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയ കുട്ടിയെ മരിച്ചു എന്ന വിവരം അറിയിക്കുന്നത് 6:30 ശേഷമാണ്. പോലീസ് സ്റ്റേഷനിലും അപ്രകാരമാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് മെഡിക്കൽ നെഗ്ലിജൻസ് ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ ഈ പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്ന് വന്നു. പ്രിൻസിപ്പലിന്റെ ശകാരത്തെ തുടർന്നാണ് ഈ ജീവനൊടുക്കാൻ കാരണമായതെന്ന ഒരു ബോധ്യം ഈ CCTV ദൃശ്യം പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബം ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രതിപട്ടികയിൽ പ്രിൻസിപ്പലിനെ കൂടി ഉൾപ്പെടുത്തണമെന്നൊരാവശ്യം കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്തായാലും ഇന്ന് വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തും, അധ്യാപകരുമായി സംസാരിക്കും. ഈ മകൻ അവസാനമായി നടന്നു നീങ്ങിയ ഇടങ്ങളിലൂടെയെല്ലാം ഈ രക്ഷിതാക്കൾ നടന്നു പോകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. എന്തായാലും അതിനുശേഷം മാനേജ്മെന്റുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 പേരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റാ പേ ലോൺ നടത്തിപ്പുകാരായിട്ടുള്ള 3 പേരെ ജോസഫ് അഗസ്റ്റിനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അതായത് ഇൻസ്റ്റാപേ ലോൺ ആപ്പ് നടത്തിപ്പുകാർ 3 പേർ ഇപ്പോൾ റിമാൻഡിലാണ്. അവരുടെ ചോദ്യം ചെയ്യലിനായി വേണം എന്നാവശ്യപ്പെട്ട് പോലീസിന്റെ ഒരു ഹർജി പരിഗണിക്കാനിരിക്കുകയാണ്. ഒപ്പം അധ്യാപകരുടെ മുൻകൂർ ജാമ്യ ഹർജി നാളെ കോടതിയുടെ പരിഗണനയ്ക്ക് എത്തും. ഒപ്പം നിതിൻ രാജിന്റെ കുടുംബം ഇന്ന് കോളേജിലെത്തുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതെല്ലാം ആകാംക്ഷയോടെ നമ്മളും കാത്തിരിക്കുകയാണ്.
ഇനി ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകളുടെ ചതിക്കുഴിയിൽ വീഴുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടുകയാണ്. പല രീതിയിൽ ലോൺ ആപ്പ് സംഘങ്ങൾ നവമാധ്യമങ്ങളിലും മറ്റും സജീവമാണ്. ഇവയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവുകയാണ് ഏറ്റവും അത്യാവശ്യം. വർഷങ്ങളായി ലോൺ ആപ്പുകളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ആളാണ് അഡ്വക്കേറ്റ് ജിയാസ് ജമാൽ. എ.ടി. അശ്വതി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ലോൺ ആപ്പുകളുടെ ചതിയിൽ പെട്ടുപോയ ആളുകളുടെ വാർത്തകൾ വീണ്ടും സജീവമായി വരികയാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒരു കാര്യം. ഇപ്പോൾ സൈബർ നിയമ വിദഗ്ധനായിട്ടുള്ള ജിയാസ് ജമാലാണ് നമുക്കൊപ്പം ചേരുന്നത്. എത്രത്തോളമാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ വീണ്ടും സജീവമാവുകയാണ്? നമ്മുടെ കേരളത്തിൽ എത്രത്തോളമാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി, ഇത്തരം കുറ്റകൃത്യങ്ങൾ? ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇത്തരം ലോൺ ആപ്പുകൾ സജീവമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, കോവിഡിന് ശേഷം ഇതിപ്പോൾ വീണ്ടും അതേ രീതിയിൽ തന്നെ ഒരുപാട് വിക്ടിംസ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഒരു 100 ആളുകളാണ് ഇത്തരം ലോൺ ആപ്പിൻ്റെ ചതിക്കുഴിയിൽപ്പെട്ടിട്ട് അത് എണ്ണം കൂടിക്കൂടി വരികയാണ്. പലപ്പോഴും ആളുകൾക്ക് ഇത് തുറന്നു പറയാനായിട്ടുള്ളൊരു മടിയാണ്. പ്രത്യേകിച്ച് അവരുടെ ഫോട്ടോ മോർഫ് ചെയ്യുന്നു, അതല്ലെങ്കിൽ അത്തരത്തിൽ ആളുകളുടെ മുമ്പിൽ അപമാനിക്കുന്നു, കോൺടാക്ട്സിലേക്ക് അയക്കുന്നത് മാത്രമല്ല, അങ്ങനെ ആ രീതിയിൽ വരുന്നതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ആളുകൾ ഇത് പുറത്തു പറയാൻ മടിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ 2 കേസുകളിൽ കുട്ടികളാണ്, അതായത് സ്റ്റുഡൻസ് ആണോ കൂടുതൽ ഇതിൽ പെട്ടുപോകുന്നത്? സ്റ്റുഡൻസ് മാത്രമല്ല, വീട്ടമ്മമാരും ഒരുപാട് പേര് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇവർക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം പേരും. സിബിൽ സ്കോർ ഒന്നും ബാധകമല്ല, നിങ്ങൾക്ക് എളുപ്പത്തിൽ ലോൺ എടുക്കാം, എത്ര കുറഞ്ഞ സിബിൽ സ്കോർ ആണെങ്കിലും കിട്ടുമെന്ന് പറയുമ്പോൾ ആ വാഗ്ദാനത്തിൽ വീണുകൊണ്ടാണ് ആളുകൾ ഇത്തരം ലോൺ ആപ്പിൻ്റെ പുറകെ പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പരസ്യങ്ങളാണ് ഇവർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരസ്യം കാണുമ്പോൾ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത്തരം ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി കോൺടാക്റ്റ് എടുക്കൽ മാത്രമല്ല, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കൺട്രോൾ എടുക്കുന്ന ആപ്ലിക്കേഷനുകളും ഇന്നിപ്പോൾ സജീവമായിട്ട് രംഗത്തുണ്ട്. നിയമപരമായിട്ടുള്ള ആപ്പുകളുണ്ട്, അതെങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? ഈ മണി ലെൻഡിങ് ആപ്ലിക്കേഷനുകൾക്ക് നിയമപരമായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. അത്തരം രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷനുകൾ ലിസ്റ്റ് റിസർവ് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ കാണാവുന്നതാണ്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇത്തരം ലോൺ ആപ്പുകളുടെ ഒറിജിനൽ ലോൺ ആപ്പിൻ്റെ ഫേക്ക് ആപ്സും ഇപ്പോൾ ഇന്ന് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിലും iOS-ലുമുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഫേക്ക് ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ കൂടി ഇതിൽ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം, അല്ലെങ്കിൽ അവർ കൂടി പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം. തീർച്ചയായും ഇപ്പോൾ ഈ പ്ലേ സ്റ്റോറിനാണെങ്കിലും iOS-നാണെങ്കിലും സർക്കാർ കൃത്യമായൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതായത് ഇത്തരം പണം കടമെടുക്കുന്ന മണി ലെൻഡിങ് ആപ്ലിക്കേഷനുകൾ നിർബന്ധമായിട്ടും ഒരു തരത്തിലും ഈ ആളുകളുടെ കോൺടാക്ട് ലിസ്റ്റ് ആക്സസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്ലോഡ് ചെയ്യേണ്ട ഒരു പെർമിഷൻ ഇങ്ങനെയുള്ള രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്. പക്ഷേ അതിനൊക്കെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇത്തരം ഈ പ്ലാറ്റ്ഫോമോടുകൂടി കൂടിയാണെന്ന് നമ്മൾ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള സ്റ്റോറുകളിൽ നിന്ന് വരെയും അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. അഥവാ ഇന്ത്യയിൽ പ്രചരിക്കുന്ന ഇത്തരം ആപ്ലിക്കേഷൻ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടാലും ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്താൽ പോലും നീക്കം ചെയ്യപ്പെടാറില്ല. ഏതൊക്കെ രീതിയിലാണ് അവർ ഇത്തരത്തിലുള്ള ഇരകളെ അപ്രോച്ച് ചെയ്യുന്നത്? എന്തൊക്കെ തരത്തിലുള്ള ഭീഷണികളാണ് അവർ മുന്നോട്ട് വയ്ക്കാറുള്ളത്? അതായത് ലോൺ എടുക്കുന്ന സമയത്ത് അവരുടെ വാഗ്ദാനം വളരെ ചുരുങ്ങിയ പലിശയാന്നുള്ളതാണ്. എടുത്ത തുകയേക്കാൾ കൂടുതൽ ഇരട്ടി തുകയോ അല്ലെങ്കിൽ അതിൻ്റെ പകുതി തുകയോ അടക്കാൻ പറയും. അപ്പോൾ അത് പറ്റാത്തത് കൊണ്ട് തന്നെ ഇവർ തന്നെ സജസ്റ്റ് ചെയ്യും വേറൊരു ലോൺ ആപ്പിൻ്റെ. അപ്പോൾ ഇതെല്ലാം പല പേരുകളിലാണെങ്കിലും ഒറ്റ ടീമുകളുടെ തന്നെ ആയിരിക്കും ഇത്തരം എല്ലാ ലോൺ ആപ്പുകളും. അപ്പോൾ 2000-3000 ലോൺ എടുക്കുന്ന ആളുകൾ ഒരു 50,000 1 ലക്ഷം അടക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിക്കും. ഇത്തരം ഈ പറഞ്ഞ ലോൺ ആപ്പുകളെല്ലാം തന്നെ മിക്കതും പ്രവർത്തിക്കുന്ന ഇന്ത്യക്ക് പുറത്തുനിന്നാണ്. ഒരുപാട് യുവാക്കളെ ജോലി തരാമെന്ന് പറഞ്ഞുകൊണ്ട് വിയറ്റ്നാമിലും മറ്റു പല രാജ്യങ്ങളിലേക്കും കൊണ്ടുപോയി അവിടെ ഇതേപോലുള്ള ഒരു വലിയൊരു കോൾ സെൻ്ററുകൾ പ്രവർത്തിക്കുകയും ഇത്തരം ആളുകളുടെ ലിസ്റ്റുകൾ ഡെയിലി കൊടുത്ത് ഭീഷണിപ്പെടുത്തി പണം മേടിക്കുക എന്നുള്ളതാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി. പല ആളുകളെയും വിളിച്ചിട്ട് പറയുന്നത്, നിങ്ങളുടെ ഈ പറഞ്ഞ സുഹൃത്ത് ലോൺ എടുത്തപ്പോൾ നിങ്ങളുടെ പേരാണ് ഗ്യാരണ്ടറായിട്ട് വെച്ചിരിക്കുന്നത്, അയാൾ ലോൺ അടച്ചില്ലെങ്കിൽ നിങ്ങൾ അടക്കേണ്ടി വരും. അപ്പോൾ അത്തരം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലേക്ക് അതുപോലെ കോളുകൾ ചെല്ലുമ്പോൾ അവർ നമ്മളെ വിളിക്കും, ആ രീതിയിൽ സമ്മർദ്ദത്തിലാക്കും. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പറഞ്ഞ ഞങ്ങൾ ഒരു ലാബിൽ നിന്നാണ് കോൺടാക്ട് ചെയ്യുന്നത്, മെസ്സേജ് ചെയ്യുന്നത്, ഈ ഒരു വ്യക്തി HIV ടെസ്റ്റിന് തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ HIV പോസിറ്റീവായി, പക്ഷേ അയാളെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ വ്യക്തിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കോൺടാക്ട്സിലേക്ക് മുഴുവൻ അയക്കാൻ പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനൊരു മെസ്സേജ് പോകുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ജനറൽ ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ആളുകളൊന്നും നോക്കാതെ കംപ്ലീറ്റ് ഫോർവേഡ് ചെയ്യും. കുട്ടികളെ പീഡിപ്പിച്ച് നാട് വിട്ട ഒരാളാണ്, പോലീസിന് തിരിച്ചറിയാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഇയാളുടെ ഫോട്ടോ നിങ്ങൾ ഷെയർ ചെയ്യാൻ പറയും. ഇത്തരം തെറ്റായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ നടത്തിയിട്ടാണ് ആളുകളെ കൂടുതലും സമ്മർദ്ദത്തിലാക്കി കൂടുതൽ പണം മേടിക്കാൻ നോക്കുന്നത്.
പിന്നെ ഇവർ നമ്മളുടെ കയ്യിൽ നിന്ന് ഭീഷണിപ്പെടുത്തി കളക്ട് ചെയ്യുന്ന ഫണ്ട് പോകുന്ന ബാങ്ക് അക്കൗണ്ടുകളെല്ലാം തന്നെ മ്യൂൾ അക്കൗണ്ട്സ് ആയിരിക്കും. അതായത് യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പുകാരുടെ അക്കൗണ്ടല്ല, മറ്റൊരാളുടെ പേരിലെടുക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളാണ്. അപ്പോൾ പോലീസിനാണെങ്കിലും അന്വേഷണം ചെന്നെത്തുന്നത് ഈ ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിലേക്ക് മാത്രമാണ്, യഥാർത്ഥ തട്ടിപ്പുകാരിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഒട്ടും മടിക്കാതെ പോലീസിൽ പരാതി കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സൈബർ ക്രൈമിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം. സഞ്ചാർ സാത്തി എന്ന് പറഞ്ഞൊരു പോർട്ടൽ വഴി ഇതിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ വാട്സപ്പ് നമ്പറോ കോൺടാക്ട് നമ്പറോ മൊബൈൽ ഫോൺ അടക്കം ബാൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇന്ന് സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ സാധാരണഗതിയിൽ ഈ തിരിച്ചടവ് മുടങ്ങുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഭീഷണികൾ വരാറ്. പക്ഷേ തിരിച്ചടവ് നടത്തിയാലും വീണ്ടും ഭീഷണികൾ വരുന്ന സാഹചര്യം ഉണ്ട്. അതായത് ഇപ്പോൾ ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ ചില ആളുകളുണ്ട്, ചില മറ്റേ ആപ്പിൻ്റെ ആൾക്കാർ ചെയ്യുന്നത് ഒരിക്കലും ലോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യില്ല. ലോൺ തരാതെ തന്നെ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ലോൺ എടുത്തെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യും. അപ്പോൾ നമ്മൾ പറയും നമ്മൾ ലോൺ എടുത്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ പോലും അവർ പറയും ഞങ്ങൾ ഇതുപോലെ പ്രചരിപ്പിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അങ്ങനെയും പൈസ മേടിക്കുന്ന ആളുകളുണ്ട്. തുടർച്ചയായി ഈ പറഞ്ഞ എല്ലാ തട്ടിപ്പുകളെ പറ്റിയിട്ട് ഒരു പ്രോപ്പർ ഒരു ഇതുണ്ടായി മാത്രമേ ഇനി എന്തെങ്കിലും ഇതുപോലെ വരാതിരിക്കാനുള്ളതുള്ളൂ. പ്രത്യേകിച്ച് ആളുകളെ കൊണ്ട് ഒരിക്കലും ലോൺ എടുപ്പിക്കരുത് ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പുകളിൽ നിന്ന്. ഇതിലും ഇൻസ്റ്റൻറ്റ് ലോൺ ആപ്പുകൾ കേരളത്തിൽ വില്ലനായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെയും അതെ, ഇപ്പോൾ കൂടുതൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ബോധവാന്മാരായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്യാമറമാൻ CS ബൈജുവിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. ഇനി നമ്മൾ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. കരാറിലെത്താതെ ഹോർമൂസിലെയും ഇറാൻ തുറമുഖങ്ങളിലെയും ഉപരോധം അവസാനിപ്പിക്കില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നാവിക ഉപരോധം നീക്കാതെ ചർച്ചയ്ക്കില്ല എന്നാണ് ഇറാന്റെ നിലപാട്. ആദ്യഘട്ട വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ഇരു രാജ്യങ്ങളും നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ രണ്ടാം ഘട്ട ഇസ്ലാമാബാദ് ചർച്ചകളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. വെടിനിർത്തൽ കരാർ അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി തുടരുന്നു. ഇറാന് മേലുള്ള ഉപരോധം തുടരുമെന്നും ഈ യുദ്ധത്തിൽ അമേരിക്ക വലിയ വിജയം നേടുകയാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. ടെഹ്റാനുമായി ഒരു കരാറിൽ എത്തുന്നതുവരെ ഇറാനിയൻ തുറമുഖങ്ങൾക്കു മേലുള്ള ഉപരോധം US പിൻവലിക്കില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ നാളെ അവസാനിക്കാനിരിക്കെയാണ് ട്രംപിന്റെ കടുത്ത നിലപാട്. എന്നാൽ ഹോർമൂസിൽ തങ്ങളുടെ കപ്പൽ ആക്രമിച്ചതിൽ തക്കതായ മറുപടി ഉടൻ നൽകുമെന്നും ഇറാൻ തുറമുഖങ്ങളിലെ അടക്കം നാവിക ഉപരോധം നീക്കാതെ ചർച്ചയ്ക്ക് വഴങ്ങില്ലെന്നും ചെങ്കടൽ തീരത്തെ സൗദിയുടെ യാംബു തുറമുഖം ഉൾപ്പെടെ ഹോർമൂസിന് പുറത്തെ തുറമുഖങ്ങളും യുദ്ധമുഖമായി മാറുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കെയാണ് ഇരു രാജ്യങ്ങളും നിലപാട് കടുപ്പിക്കുന്നത്. ഇറാൻ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറണമെന്ന US നിലപാടും ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കണമെന്ന ഇറാന്റെ ആവശ്യവുമാണ് ചർച്ചകൾ വഴിമുട്ടാൻ പ്രധാന കാരണം. ഹോർമൂസിലെ നാവിക ഉപരോധം കുരുക്കാകുമെന്ന് പാകിസ്ഥാൻ അമേരിക്കയെ ധരിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഉപരോധം ആരംഭിച്ചത് മുതൽ ഇതുവരെ 27 കപ്പലുകളെ ഇറാൻ തുറമുഖങ്ങളിലേക്ക് തിരിച്ചു പോകാൻ US സൈന്യം നിർബന്ധിച്ചതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ചർച്ചകൾ നടക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് പാകിസ്ഥാൻ ഇസ്ലാമാബാദിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 20,000 സുരക്ഷാ ജീവനക്കാരെയാണ് വിന്യസിച്ചത്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും പൊതുജനങ്ങൾക്ക് പ്രവേശനം നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. തമിഴ്നാടും പശ്ചിമ ബംഗാളും പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പോവുകയാണ്. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ 2 ഘട്ടമായാണ് വോട്ടെടുപ്പ്. തമിഴ്നാടും പശ്ചിമ ബംഗാളിന്റെ ഒരു വിഭാഗവും മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 6 മണി വരെയാണ് പ്രചാരണത്തിനുള്ള സമയം. 6 മണിക്ക് ശേഷം സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ച് 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇക്കുറി സ്ഥാനാർത്ഥികളുടെ എണ്ണമൊക്കെ വളരെ കൂടുതലാണ്. റെക്കോർഡ് സ്ഥാനാർത്ഥികളാണ് തമിഴ്നാട്ടിൽ ഉള്ളത് എന്നുള്ളതാണ്. 4654 സ്ഥാനാർത്ഥികൾ 234 മണ്ഡലങ്ങളിലായി മത്സരിക്കുന്നു. DMK നയിക്കുന്ന സെക്കുലർ പ്രോഗ്രസീവ് അലയൻസ്, AIADMK ഒപ്പം BJPയുമായുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്, വിജയ് നയിക്കുന്ന TVK, ഇവർ തമ്മിലാണ് ശക്തമായ പോരാട്ടം. നാം തമിഴർ കക്ഷിയുമായി സീമാനുമുണ്ട്, അതും നല്ല പോരാട്ടം നടത്തുകയാണ്. പ്രചാരണം ശക്തമാക്കി നടത്തുകയാണ്. തമിഴക വെട്രിക്കഴകം ഇതിൻ്റെ അധ്യക്ഷൻ വിജയ് ഇന്ന് ചെന്നൈയിൽ പര്യടനം നടത്തുകയാണ്. അതായത് പരസ്യപ്രചാരണം അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവസാനവട്ട പ്രചാരണത്തിനായി MK സ്റ്റാലിനും ഇന്ന് ഇറങ്ങുന്നുണ്ട്. എടപ്പാടി K പളനിസ്വാമി സേലത്തും എടപ്പാടിയിലും പ്രചാരണത്തിനായി എത്തുന്നുണ്ട്. എടപ്പാടിയിൽ ആണ് റോഡ് ഷോ പളനിസ്വാമിക്ക് ഉള്ളതൊപ്പം ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ, കനിമൊഴി തുടങ്ങിയ പ്രമുഖരായ നേതാക്കളൊക്കെ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനായുണ്ട്. സമാധാനപരമായ വോട്ടെടുപ്പിനായി കനത്ത സുരക്ഷ തമിഴ്നാട്ടിലുടനീളം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം കേന്ദ്രവിഹിതം തടഞ്ഞുവെച്ചതടക്കമുള്ള നടപടികൾ DMK പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമായി ഉന്നയിക്കുകയാണ്. വനിതാ ശാക്തീകരണത്തിന് പ്രാമുഖ്യം നൽകിയുള്ള പ്രകടന പത്രികയാണ് BJPയും അതോടൊപ്പം തന്നെ TVK അടക്കമുള്ള പാർട്ടികളും
നൽകിയിട്ടുള്ളത്. സ്റ്റാലിൻ്റെ പ്രചാരണ തന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ ഖുശ്ബു അടക്കമുള്ള സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെയൊക്കെ BJP രംഗത്തിറക്കിയിട്ടുണ്ട്. ഏതായാലും തമിഴ്നാടിൻ്റെ മനസ്സിൽ എന്താണ് എന്നുള്ളത് മറ്റന്നാൾ അവർ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ വോട്ടുറപ്പിക്കും. പിന്നെ അത് അറിയണമെങ്കിൽ നമ്മൾ എന്തായാലും മെയ് 4 വരെ കാത്തിരിക്കണം. ഇനി പശ്ചിമ ബംഗാളിലേക്ക് പോയാൽ പരസ്യപ്രചാരണം ഒരു ഘട്ടത്തിൻ്റെ, അതായത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. ജയ്പാൽഗുരി, ഡാർജിലിംഗ്, മാൽഡ തുടങ്ങിയ 16 ജില്ലകളായി 152 മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിൽ എത്തുന്നത്. തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണെന്നും സുരക്ഷ ശക്തമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, ശക്തമായ പ്രചാരണം നടത്തുന്ന സംസ്ഥാനം പശ്ചിമബംഗാൾ. മമതാ ബാനർജിയെ സംബന്ധിച്ച് വീണ്ടും അധികാരത്തിലെത്തുക എന്നുള്ളതാണ് പ്രധാനം. അതേസമയം BJP ശക്തമായ പോരാട്ടം നടത്തുകയാണ്. ഇത്തവണ അധികാരത്തിലേക്ക് എത്തണം എന്നുള്ള ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോവുകയാണ്. വനിതാ സംവരണ ബില്ലടക്കം വലിയ തരത്തിൽ ചർച്ചയാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വിശദാംശങ്ങൾ. ശക്തമായ പോരാട്ടമാണ് പശ്ചിമബംഗാളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചാരണത്തിൽ കാണാൻ സാധിച്ചത്. ഇന്ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം അവസാനിക്കുകയാണ്. മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കൂടാതെ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത തുടങ്ങിയവർ BJP സഖ്യത്തിന് വേണ്ടിയും ഇന്ന് അവസാന ഘട്ടത്തിൽ പ്രചാരണത്തിന്, ഈ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ പ്രചാരണത്തിന് എത്തുന്നുണ്ട്. അവിടങ്ങളിൽ അങ്ങനെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഏറ്റവും അവസാനത്തേക്ക് എത്തിയപ്പോൾ വനിതാ സംവരണമായിരുന്നു ചൂടുപിടിച്ച ചർച്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയത് ബംഗാളിന്റെ പെൺകുട്ടികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന അവകാശമാണ് തൃണമൂൽ കോൺഗ്രസും എല്ലാം ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തി ഇല്ലാതാക്കിയത് എന്ന വലിയ പ്രചാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നടത്തിയിരുന്നു. അതിന് പ്രധാനമന്ത്രിയുടെ നാടകമാണ് ഇതെല്ലാം എന്ന മറുപടിയാണ് മമതാ ബാനർജി നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ അതിശക്തമായിട്ടുള്ള പ്രചാരണം നടത്തുന്നു. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ 3 ടേമായി സംസ്ഥാനം ഭരിക്കുകയാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ്. അതിന് അവസാനം വരുത്തിക്കൊണ്ട് ഇത്തവണ ബംഗാൾ പിടിച്ചെടുക്കും എന്ന വലിയ പ്രഖ്യാപനം BJP നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77 സീറ്റുകളുടെ വലിയ മുന്നേറ്റം, അതായത് 4 സീറ്റുകളിൽ നിന്ന് 77 സീറ്റുകളിലേക്കുള്ള ഒരു വലിയ മുന്നേറ്റം സംസ്ഥാനത്ത് BJPക്ക് നടത്താൻ സാധിച്ചിരുന്നു. ഇത്തവണ 100-ൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് സംസ്ഥാനത്തേക്ക് ഭരണത്തിലേക്ക് എത്താൻ ഈ ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. രണ്ടാം ഘട്ടം ഏപ്രിൽ 29-ന് നടക്കുന്നു. ആദ്യഘട്ടത്തിലെ പരിശോധിക്കുമ്പോൾ കൂച്ച് ബിഹാർ, ജൽപൈഗുരി, ഡാർജിലിംഗ്, മാൽഡ തുടങ്ങി 16 ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതായത് അതിർത്തി പ്രദേശങ്ങളിലും ഉണ്ട്, ഒപ്പം പ്രധാനപ്പെട്ട നഗര കേന്ദ്രീകൃത മേഖലകളിലുമെല്ലാം തന്നെ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. സുവേന്ദു അധികാരി മത്സരിക്കുന്ന നന്ദിഗ്രാം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ വോട്ടെടുപ്പിലേക്ക് കടക്കുന്നു. കൂടാതെ വടക്കൻ ബംഗാളിലെ അതിർത്തി പ്രദേശങ്ങൾ, ഇവിടങ്ങളിൽ കഴിഞ്ഞ തവണ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച മേഖലകളിലാണ്. ഒപ്പം ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിലേക്ക് തൃണമൂൽ കോൺഗ്രസിനെതിരെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ് BJP കണക്കുകൂട്ടുന്നത്. ഇവിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിശക്തമായ പ്രചാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് മറ്റന്നാൾ ആദ്യഘട്ടത്തിൽ 152 മണ്ഡലങ്ങളിലെ വോട്ടർമാർ ജനവിധി രേഖപ്പെടുത്തും. 29-നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. ബംഗാൾ ആർക്കൊപ്പം നിൽക്കും എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പോലും ഏറെ നിർണായകമാണ്. അവിടെ മമതാ ബാനർജിക്ക് തുടരാൻ സാധിക്കുമോ, അതല്ല ബംഗാൾ BJP പിടിച്ചെടുക്കുമോ എന്നുള്ളത് ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുകയാണ്. അഖില. ജിഷ്ണു, ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ദീർഘകാലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിച്ചാണ് 2011-ൽ മമതാ ബാനർജി അധികാരത്തിലെത്തുന്നത്. ബീഹാർ പോലെ തന്നെ നിതീഷ് കുമാർ നീണ്ടകാലം ഭരിച്ചതുപോലെ മമതാ ബാനർജി ബംഗാൾ ഭരിക്കുകയാണ്. വീണ്ടും ഒരു അവസരമാണോ ഉണ്ടാവുക? ഒരു സാഹചര്യം എങ്ങനെയാണ്? ബംഗാളിൽ അതിശക്തമായി വേരുറപ്പിക്കാൻ തൃണമൂൽ കോൺഗ്രസിനും, അത് മമതാ ബാനർജി എന്ന നേതാവിന്റെ മാത്രം കരുത്തിൽ തൃണമൂൽ കോൺഗ്രസിനോട് ശക്തമായിട്ട് വേരുറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. വർഷങ്ങൾ നീണ്ട ഇടതു ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനാകും എന്ന പ്രഖ്യാപനത്തോടു കൂടിയായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ കടന്നുവരവ്. നിലവിൽ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം ഏറ്റവും പ്രധാനമായി കൂച്ച് ബിഹാർ മേഖലയിലും നോർത്ത് സൗത്ത് 24 പർഗാനസ് മേഖലയിലുമെല്ലാം തന്നെ അവിടങ്ങളിൽ അതിശക്തമായ വോട്ട് ബാങ്ക് രൂപീകരിച്ചെടുക്കാനും തൃണമൂൽ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ അതിർത്തി മേഖലകളിൽ ഉണ്ടാകുന്ന അവിടങ്ങളിൽ ഉണ്ടായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരത്തെ ഈ വോട്ട് ബാങ്ക് കൊണ്ട് മറികടക്കാൻ സാധിച്ചാൽ മാത്രമേ തൃണമൂൽ കോൺഗ്രസിന് ഇത്തവണ
പിടിച്ചു നിൽക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ നിലവിൽ വിലയിരുത്തുന്നത്. അവിടെ അതിശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ BJPക്ക് ഇത്തവണയും സാധിക്കും എന്നുള്ളതും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ മുന്നേറ്റം അവിടെ സാധിച്ചു. നന്ദിഗ്രാമിൽ വൻ കുതിച്ചുചാട്ടം BJPക്ക് ഉണ്ടാക്കാൻ സാധിച്ചതുകൊണ്ട് ബംഗാളിൽ BJPയും തൃണമൂൽ കോൺഗ്രസും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നു എന്ന വിലയിരുത്തലാണ് നിലവിലുള്ളത്. പ്രചാരണത്തിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് വനിതാ സംവരണം ഏറ്റവും കൂടുതൽ ചർച്ചയാക്കാൻ BJP ശ്രമിച്ചിട്ടുണ്ട്. വനിതകൾക്ക്, സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവകാശം തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇല്ലാതാക്കി എന്ന വലിയ പ്രചാരണം നടത്തിയിട്ടുണ്ട്. അത് തൃണമൂൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമോ എന്നതും നോക്കിക്കാണേണ്ടതാണ്. അഖില. ശരി, ജിഷ്ണു കൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വനിതാ സംവരണ ബിൽ പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന് നമ്മൾ നോക്കിയിരുന്ന് അറിയേണ്ടതാണ്. തമിഴ്നാട്ടിലും അതേ സാഹചര്യം തന്നെയാണ്. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു. ആദ്യം കോൺഗ്രസ് ആയിരുന്നു, പിന്നീട് ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു. അതിന് ശേഷമാണ് മമതാ ബാനർജി അമ്മ മണ്ണ് മനുഷ്യൻ, അതായിരുന്നു മമതാ ബാനർജി ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യം. ആ മുദ്രാവാക്യം 15 വർഷമായി അവർക്ക് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇനി എന്ത് സംഭവിക്കും, വോട്ടർമാരുടെ മനസ്സിൽ എന്ത് എന്നറിയാൻ നമ്മൾ കാത്തിരുന്നേ മതിയാവൂ. അത് നമുക്ക് അറിയാനായിട്ട് മെയ് 4 വരെയും കാത്തിരിക്കാം. ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ സംസ്ഥാനത്ത് കടുത്ത വേനലാണ്. പലയിടത്തും കുടിവെള്ളക്ഷാമമൊക്കെ വന്നു കഴിഞ്ഞു. പക്ഷേ ഈ കുടിവെള്ളക്ഷാമം ഇങ്ങനെ രൂക്ഷമായി നിൽക്കുമ്പോൾ ആളുകളുടെ കുടിവെള്ളം മുട്ടിക്കുന്നത് ശരിയാണോ? കടുത്ത വേനലിൽ കുടിവെള്ളത്തിനായി ആളുകൾ നെട്ടോട്ടം ഓടുമ്പോഴാണ് മൂന്നാറിൽ സാമൂഹ്യ വിരുദ്ധർ നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചത്. കുടിവെള്ള വിതരണം നടത്തുന്ന പഞ്ചായത്ത് ടാപ്പിലെ പൈപ്പുകൾ സാമൂഹ്യ വിരുദ്ധർ തകർത്തു. കുടിവെള്ളം മുടക്കിയ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ പോലീസിൽ പരാതി നൽകി. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ ടാങ്കിൽ നിന്ന് കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ MG നഗറിനും ലക്ഷം നഗറിനും സമീപമായി മലമുകളിൽ സ്ഥാപിച്ച കുടിവെള്ള ടാങ്കിന്റെ പൈപ്പുകൾ പൂർണ്ണമായി നശിപ്പിച്ച രീതിയിൽ കണ്ടെത്തി. 2 വാർഡുകളിലെ 100 കണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ളമാണ് ഇതോടെ മുടങ്ങിയത്. കുടിവെള്ള പൈപ്പുകൾ നശിപ്പിച്ചത് ഇവിടെയുള്ള സാമൂഹ്യ വിരുദ്ധരാണെന്നും ഇവർക്കെതിരെ നടപടി വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. தண்ணி ஒரு டைமுக்கு தான் இங்கே திறந்து விட்டுக்கிட்டு இருக்காங்க, தண்ணி சப்ளை பண்ணுறவங்க. அந்த சமூக விரோதிகள் இதை எதிர்த்து நேற்று நைட்டு வந்து இது மொத்தம் உடச்சி தண்ணி மொத்தம் வேஸ்ட் ஆக்கி விட்டாங்க. தண்ணி மொத்தം വേസ്റ്റ് ആയിരിച്ചു. കുടിവെള്ള പൈപ്പുകൾ നശിപ്പിച്ചതോടെ ടാങ്കിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ പാഴായി. ടാങ്കിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പൈപ്പുകൾ പൂർണ്ണമായും വെട്ടി നശിപ്പിച്ച നിലയിലാണ്. ഇതോടെ MG നഗർ, ലക്ഷം നഗർ, രാജീവ് നഗർ എന്നിവിടങ്ങളിലെ ആളുകൾ പ്രതിഷേധവുമായി എത്തി. ஒன்றாவது இந்த வெயில் காலத்தில் தண்ணி காட்டிலிருந்து வந்து இந்த டேங்கில் ஸ்டோரேஜ் பண்ணி கொடுக்குறதே கொஞ்சம் தண்ணி தான் கிடைக்குது. அதுக்கடையில் இந்த மாதிரி சமூக விரோதிகள் இந்த டேங்கையும் வந்து இப்படி உடச்சி போட்டாங்கன்னா இன்னைக்கு ஆளுகளுக்கு யாருக்குமே தண்ணி கொடுக்க முடியாமல் ரொம்ப கஷ்டப்படுறாங்க. സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പോലീസിൽ പരാതി നൽകി. അമൃത ന്യൂസ്, ഇടുക്കി. ഇനി കാസർഗോഡേക്ക് പോയാൽ കാസർഗോഡ് മഞ്ചേശ്വരം കൊളക്കയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം നിലച്ചിട്ട് 4 വർഷം പിന്നിടുകയാണ്. വീടുകളിൽ സ്ഥാപിച്ച വാട്ടർ ടാപ്പുകൾ നോക്കുകുത്തികളായി കാലം തള്ളി നീക്കുന്നു. വേനൽ കനത്തതോടെ കുടിവെള്ള വിതരണം ഉടൻ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി തലപ്പാടി കൊളക്കയിൽ കുടിവെള്ള വിതരണ പൈപ്പ് ലൈനുകൾ നീക്കം ചെയ്തിരുന്നു. പിന്നീട് ജലവിതരണത്തിനായി പൈപ്പുകൾ പുനഃസ്ഥാപിക്കുകയുണ്ടായി. എന്നാൽ വീട്ടുമുറ്റങ്ങളിൽ വാട്ടർ അതോറിറ്റി സ്ഥാപിച്ച പൈപ്പുകളിലൂടെ വെള്ളം ലഭ്യമായിട്ട് 3.5 വർഷം പിന്നിടുകയാണ്. കുടിവെള്ളം നിലച്ച കാലയളവിൽ പലതവണയായി വീട്ടുകാർക്ക് തുക അടക്കുവാനുള്ള ബില്ലും ലഭിച്ചിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ കുമ്പള സെക്ഷന് കീഴിലാണ് ജലവിതരണ കണക്ഷനുകൾ ഉള്ളത്. മഞ്ചേശ്വര 23 വാർഡിൻ്റെ തൊട്ടടുത്ത എല്ലാ വീട്ടുകാരും വെള്ളം ഇല്ലാതെ, പൈപ്പ് ലൈൻ വെള്ളം ഇല്ലാതെ 3-4 കൊല്ലം കഴിഞ്ഞു. ഈ ഹൈവേ റോഡിൻ്റെ വികസനം തുടക്കുമ്പോൾ ആ പൈപ്പ് ലൈനിൽ ഡിസ്കണക്ട് ആക്കി. അതിനുശേഷം ഇതുവരെ അതിനെ കണക്റ്റ് ആക്കിയിട്ടില്ല. ഈ കുടിവെള്ളം ഇല്ലാതെ കൊണ്ട് അതിന് ആയത്രവേ അതിന് ബന്ധപ്പെട്ട് ഞങ്ങൾ ഗ്രാമസഭയിലും പറഞ്ഞു, പഞ്ചായത്തിൻ്റെ ഗ്രാമസഭയിലും പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്ക് വെള്ളം ഇല്ലാതെ ബില്ലടക്കാൻ വേണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, അതിൻ്റെ അധികാരിമാർ നോക്കിയിട്ട് എത്ര ഈ വാട്ടർ അതോറിറ്റി അവരെ കണക്ട് ചെയ്തിട്ട് വെള്ളം. വേനൽ കടുത്തതോടെ വീട്ടുകിണറുകളിലെ വെള്ളം താഴ്ന്നിറങ്ങുകയാണ്. ജലവിതരണമില്ലാതെ വാട്ടർ അതോറിറ്റി ബിൽ നൽകിയ സംഭവം
നേരത്തെ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്. തിരുവനന്തപുരത്തെ ഹൗസിംഗ് ബോർഡ് ആസ്ഥാന മന്ദിരം അപകടാവസ്ഥയിലാണ്. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലെയും കോൺക്രീറ്റ് അടർന്നു വീണ് കമ്പികൾ പുറത്തു വന്നിട്ടുണ്ട്. നിരവധി തവണ പരാതി നൽകിയെങ്കിലും അധികാരികൾ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. ഇത് അവരെ തീരുമാനം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയെങ്കിലും പൊളിഞ്ഞു വീണ ആരെങ്കിലും ഒരു 5-6 എണ്ണം മരിക്കണം. മരിച്ചാൽ മാത്രമേ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണുള്ളൂ. ഇത് പൊളിഞ്ഞു വീഴുന്നപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുകയായിരുന്നു. ഏകദേശം ഒരു 500 രൂപയിലേക്ക് അകത്തുള്ള സാധനം മുകളിൽ നിന്ന് താഴെ വന്നു. അപ്പോൾ അന്നൊരു ചെറിയ ചാറ്റൽ മഴയായിരുന്നു. അതുകൊണ്ട് പുറത്ത് ആളില്ലായിരുന്നു. അല്ലെങ്കിൽ അവിടെ യൂണിയൻകാർ സാധനം ഇറക്കാൻ വരും. ഇവിടെ ഈ 2 കടയിൽ വരുന്ന കസ്റ്റമറുകൾ വരും, എല്ലാം വരും. മരണം ഉറപ്പായിരുന്നു. ഈ പ്രതികരണത്തിന് പ്രതിഷേധത്തിന്റെ സ്വരമുണ്ടാവാൻ വ്യക്തമായ കാരണമുണ്ട്. അപ്പോൾ ഇതൊരു 6 മാസം മുമ്പേ ഞങ്ങളിവിടെ ഓട്ടത്തൊഴിലാളികളും ലോട്ടറി കച്ചവടമൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെടുത്ത് വിളിച്ച് ഇതിന് പറഞ്ഞ് 4-5 തവണ പറഞ്ഞ് ഇവിടെ നിന്ന് ചെറുതായിട്ട് പൊടിഞ്ഞ് വീണപ്പോഴേ പറഞ്ഞ്. എന്നിട്ടൊന്നും അവരിത് ചെവിക്കൊള്ളുന്നില്ല. അവർ അവസാനം ഇത് പൊടിഞ്ഞു വീണപ്പോഴും പോലും പറഞ്ഞപ്പോഴും അവർ പറയണം അവരാരടുത്ത് പറയട്ടെന്നാണ്. പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഹൗസിംഗ് ബോർഡ് ആസ്ഥാന മന്ദിരത്തിന്റെ അവസ്ഥയാണിത്. ഇവിടെ പ്രവർത്തിക്കുന്നത് നിരവധി സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അതിൽ ജീവനക്കാർ മാത്രം 400ഓളം ആളുകൾ. വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടേക്ക് എത്തുന്നത് ആയിരക്കണക്കിന് ആളുകളാണ്. ഈ ഹയർ സെക്കൻഡറിയുടെ ഓഫീസ് എന്ന് വെച്ചാൽ കാസർഗോഡ് തൊട്ട് ഇവിടെ ഈ പാറശാല വരെ ഉള്ളവർക്ക് ഈ ഓഫീസിൽ വന്നാലേ പറ്റുള്ളൂ. അവർ ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നത്. ഇപ്പോഴാണ് ഇടിഞ്ഞ് വീഴുന്നതെന്ന് വെച്ചാൽ അപ്പോഴും മരിക്കും. അറ്റകുറ്റപ്പണികൾ കൃത്യസമയത്ത് നടത്തുന്നില്ല എന്നത് മാത്രമല്ല, ഒരു തരത്തിലുമുള്ള ഉത്തരവാദിത്തം അധികാരികൾ കാണിക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. ഇത് നടന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ടൊന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ തന്നെ പറഞ്ഞത് ഉടൻ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ എടുക്കാമെന്ന് പറഞ്ഞു. ഇതുവരെ സംഭവം നടന്നിട്ടില്ല. കനത്ത വേനലിന് ശേഷം മഴക്കാലമാണ്. അതിനു മുമ്പ് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് മഴയാണ്. ഇനി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ജൂലൈ കഴിഞ്ഞാൽ മഴ തുടങ്ങും. അപ്പോൾ അതിനു മുമ്പ് ഒരു പരിഹാരം കണ്ടെത്തില്ലെങ്കിൽ വലിയ അപകടമായിട്ട് കാണും. കെട്ടിടത്തിന്റെ അപകടാവസ്ഥയെ സംബന്ധിച്ച് സുരക്ഷാ വകുപ്പ് നിരവധി തവണ അധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഒരു ചെവിയിലും എത്തിയിട്ടില്ല. ദുരന്തങ്ങൾക്ക് ശേഷം കണ്ണീരൊടുക്കുന്നതിനേക്കാൾ ഉത്തമം ദുരന്തങ്ങൾ ഉണ്ടാകാതെ നോക്കുന്നത് തന്നെയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂരിൽ വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് ഒല്ലൂരിലെ UDF സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്ത്. ഒല്ലൂർ മണ്ഡലം തിരിച്ചുപിടിക്കും എന്നുള്ളതാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. UDFന്റെ മണ്ണാണ് ഒല്ലൂരെന്നും കഴിഞ്ഞ 15 വർഷക്കാലം ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന തനിക്ക് വലിയ വിജയമുണ്ടാകുമെന്നും ഷാജി കോടങ്കത്ത് അമൃത ന്യൂസിനോട് പറഞ്ഞു. തൃശൂരിൽ നിന്നും ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരഞ്ഞെടുപ്പ് അവസാനിച്ചപ്പോഴും വലിയ പ്രതീക്ഷയാണ് തൃശ്ശൂരിലെ ഓരോ സ്ഥാനാർത്ഥികളും പങ്കുവെക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഒല്ലൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്ത്, അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്താണ് ചേരുന്നത്. ഒല്ലൂരിലെ ഒരു പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എങ്ങനെയാണ് കാണുന്നത്? ഒല്ലൂര് UDF തിരിച്ചു പിടിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് അതൊരു UDFൻ്റെ മണ്ണാണ്. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലെ ബഹുഭൂരിപക്ഷം വാർഡുകളും UDFൻ്റെ കയ്യിലാണ്. അതുപോലെ തന്നെ പാണഞ്ചേരി, പുത്തൂർ പഞ്ചായത്തുകൾ UDFൻ്റെ കയ്യിലാണ്. നടത്തറ പഞ്ചായത്തിൽ 5 സീറ്റ് ഉണ്ടായിരുന്നത് 9 സീറ്റാക്കി 1 സീറ്റിനാണ് ഭരണം പോയത്. അതുപോലെ മാറക്കത്ര മാത്രമാണ് UDFന് കുറച്ച് മോശമായ പെർഫോമൻസ് ഉണ്ടായിട്ടുള്ളത്. എന്നാലും വോട്ട് ഷെയറിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ത്രിതല പഞ്ചായത്തിൽ. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസമാണ് UDFനും കോൺഗ്രസിനും ഒല്ലൂർ നിയോജകമണ്ഡലത്തിലുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ 15 വർഷക്കാലമായി ഒരുപാട് നിയമസമര പോരാട്ടത്തിലൂടെ ആ മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളതാണ്. കോടതി പാലമായാലും മണ്ണുത്തി വടക്കുംചേരി ദേശീയപാത വിഷയമാണെങ്കിലും അതുപോലെ ടോൾ പാസയാണെങ്കിലും അതുപോലെ മണൽപ്പുഴത്തെ ചെക്ക് ഡാം, ഭൂഗർഭ കേബിള്, അങ്ങനെ നിരവധി വിഷയങ്ങളിൽ അവിടെ ഇടപെടാൻ സാധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. ഈ ജനകീയ വിഷയങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിരവധി തരത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നത്തിൽ നേരിട്ട് ഇടപെട്ട ഒരു വ്യക്തി കൂടിയാണ്. പ്രത്യേകിച്ചും പാലിയേക്കര ടോൾ ഇഷ്യൂ എന്ന സമയത്ത് അത്തരത്തിലുള്ള, പിന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊക്കെ വോട്ടായി മാറുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇനി ഇത്തരം ജനകീയ പ്രവർത്തനങ്ങൾ തന്നെ ആയിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക? തീർച്ചയായിട്ടും ജനകീയ പ്രവർത്തനം തന്നെയാണ് ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ടത്. ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുക, അത് പരിഹരിക്കാൻ സാധിക്കുക, അതുതന്നെയാണ് ഇനിയുള്ള ജീവിതകാലം നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്.
അതന്നെയാണ് ജനങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരു സംശയമില്ല, ജനകീയ പ്രവർത്തനങ്ങളൊക്കെ വോട്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. അതാണ് നമ്മുടെയൊക്കെ ആത്മവിശ്വാസം. ഈ മറ്റ് സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് ഒല്ലൂരിൽ കെ രാജനൊക്കെ മത്സരിക്കുമ്പോൾ അദ്ദേഹം MLA കൂടിയായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു മാറ്റം, ഒരു ഭരണമാറ്റം, ഒരു ഭരണവിരുദ്ധ വികാരം മൊത്തത്തിലുണ്ട്. ആ ഒരു മാറ്റം ഒല്ലൂരിലും ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണോ? അതെ, കേരളത്തിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം ഒല്ലൂരിലെ ജനങ്ങളും ആ മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. ആ മാറ്റത്തിന് വേണ്ടി ഒരു വോട്ട് തന്നെയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം ഒല്ലൂരിൽ കാണിച്ചു കൊടുക്കാൻ പറ്റാവുന്ന ഒരു വികസനം ഉണ്ടായിട്ടില്ല ഒല്ലൂരിൽ. അതിപ്പോൾ ടൂറിസം മേഖലയായാലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയായാലും അതുപോലെ തന്നെ ജോലി സംബന്ധമായ ഒരു വ്യവസായം പോലും ആ പ്രദേശത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതുതന്നെയാണ് നമ്മൾ ഇലക്ഷന് ജനങ്ങളോട് മുമ്പിൽ സമർപ്പിച്ചത്. ഷാജിയേട്ടൻ്റെ ഒരു പ്രഡിക്ഷൻ എങ്ങനെയാണ്? എത്ര സീറ്റ് കോൺഗ്രസ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? കേരളത്തിലാണോ? കേരളത്തിൽ 85-100 ഇടയ്ക്ക് സീറ്റ് UDF കിട്ടും. തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിലോ? തൃശ്ശൂരിൽ വരികയാണെങ്കിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളും തൃശ്ശൂർ കോൺഗ്രസ് ഈ പ്രാവശ്യം UDF വിജയിക്കും. വലിയൊരു കാറ്റ് UDF ഈ പ്രാവശ്യം തൃശ്ശൂരിലുണ്ടാവും. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ നിർത്തേണ്ടി വന്നു. അപ്പോൾ ഇത്തവണ എത്രത്തോളമാണ് പ്രതീക്ഷ? സീറ്റുകളുടെ എണ്ണത്തിലല്ല, പല സീറ്റുകളിലും ശക്തമായ മത്സരം ഉണ്ടായിട്ടുണ്ട്. അത് കാരണം ബഹുഭൂരിപക്ഷം 13 ബഹുഭൂരിപക്ഷം സീറ്റുകളും കോൺഗ്രസും UDF ഈ പ്രാവശ്യം തിരിച്ചു പിടിക്കും. എന്തായാലും ഒരു തികഞ്ഞ പ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയുണ്ട്. അത് കേരളത്തിലെ ഏത് മേഖലയിൽ ചെന്നാലും കേരളത്തിലെ ജനങ്ങൾ ആ മാറ്റം ആഗ്രഹിക്കണമെന്ന് നമുക്ക് കാണാം. നിങ്ങൾ വോട്ട് ചോദിച്ചു ചെല്ലുമ്പോൾ തന്നെ ജനങ്ങൾ മാറ്റത്തിനായിട്ട് വോട്ടാണ് പറയുന്നത്. അപ്പോൾ അതന്നെ ഞങ്ങളുടെ വലിയ പ്രതീക്ഷയുള്ളത്. അതാണ് അദ്ദേഹം പറയുന്നത്, മാറ്റത്തിൻ്റെ വോട്ട്, ആ ഒരു പ്രതീക്ഷ ഉണ്ട്. വലിയ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് ഒല്ലൂരിലെ UDF സ്ഥാനാർത്ഥി ഷാജി കോണങ്കണ്ടത്ത് പറയുന്നത്. തൃശ്ശൂരിൽ നിന്നും ചന്ദ്ര ജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്. വിപണിയുടെ വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ് ചേരുകയാണ്. സ്വാഗതം ശ്രീ ദിലീപ്. ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് പശ്ചിമേഷ്യൻ സംഘർഷമൊക്കെ ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും വിപണി ഇന്ന്? എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കണം. ഇന്നലെയും വിപണിയിൽ വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിൽ പ്രകടമായിരുന്നു. പല രീതിയിൽ മാറിയും മറിഞ്ഞും വ്യാപാരം നടക്കുകയും ഒരു വേള വിപണിയിൽ നല്ലൊരു നേട്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുകയും ചെയ്തെങ്കിലും അവസാനം വിൽപ്പനയിലേക്ക് നീങ്ങുകയും ആ ഒരു നേട്ടത്തിൻ്റെ ആധിക്യം കുറയുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾക്ക് വേണ്ട രീതിയിൽ വിപണിയെ സ്വാധീനിക്കാനായിട്ടില്ല. പ്രത്യേകിച്ചും HDFC ബാങ്കിൻ്റെ പ്രവർത്തന ഫലത്തിന് ആ രീതിയിൽ മികച്ച രീതിയിൽ ഓഹരിയിൽ പ്രതിഫലിക്കാൻ ായില്ല. അങ്ങനൊരു പ്രതികരണം പ്രതീക്ഷിച്ചായിരുന്നെങ്കിൽ കൂടിയും അതുണ്ടായില്ല. മാത്രമല്ല, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ മുൻനിര ഓഹരികളെ കേന്ദ്രീകരിച്ച് വിൽപ്പന തുടരുന്നത് വിപണിയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇന്നലെയും ഏതാണ്ട് 1300 കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. വരും ദിവസങ്ങളിലും വിപണിയിൽ അവരുടെ വിൽപ്പന തുടരുകയാണെങ്കിൽ അതിൻ്റെ ഒരു സമ്മർദ്ദം ഉണ്ടാവും. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ മികച്ച രീതിയിൽ വിപണിയിൽ ഇടപെടുന്നത് ഒരു പരിധിവരെ വിപണിയെ മുന്നോട്ട് നയിക്കുന്നതിൽ സഹായിക്കുന്നുമുണ്ട്. ചെറുകിട നിക്ഷേപകർ ഇപ്പോഴത്തെ ഈ ഉയർന്ന നിലവാരത്തിൽ ലാഭമെടുക്കുന്നതും വിപണിയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചെറുകിട നിക്ഷേപകരുടെ വിൽപ്പനയാണ് വിപണിയെ സമ്മർദ്ദത്തിലേക്ക് നീക്കിയത്. വരും ദിവസങ്ങളിലും ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി ഈ ഒരു നിലവാരത്തിൽ വിപണി ക്രമപ്പെട്ടതിന് ശേഷം മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ. തുടർച്ചയായി വിപണിയിൽ ഒരു നേട്ടം പ്രകടമാകണമെങ്കിൽ 24,500 എന്ന നിലവാരം ഭേദിച്ച് മുൻനിര സൂചികയായി നിഫ്റ്റിയിൽ വ്യാപാരം തുടരേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ 24,800 എന്ന നിലവാരത്തേക്ക് നീങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ആഗോള സാഹചര്യങ്ങൾ ഇപ്പോഴും മാറിമറിഞ്ഞ് നിലകൊള്ളുന്നതും ഒപ്പം തന്നെ യുദ്ധത്തിൻ്റെ സമവായമായും ചർച്ചയുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോഴും പല രീതിയിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നതുമെല്ലാം വരും ദിവസങ്ങളിലും വിപണിയെ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് നീക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ കൂടിയും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വിപണിയിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപിക്കുന്നവരെ സംബന്ധിച്ച് ഒരു നിക്ഷേപ അവസരം തന്നെയായിരിക്കും. എന്തായാലും ഇന്ന് നേട്ടത്തെ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. ഓഹരിയിൽ നിന്ന് പ്രതീക്ഷയുള്ള ഒരു ദിവസമാണ്. K ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്. കുരുമുളക് വില 700 രൂപ കടന്നിട്ടുണ്ട്. ഉൽപ്പാദനം കുറയുന്നത് പക്ഷേ കർഷകർക്ക് തിരിച്ചടിയാകുന്നു. വില കൂടിയെങ്കിലും മിക്ക കർഷകരും ഇതിനു മുമ്പ് തന്നെ കുരുമുളക് വിറ്റുകഴിഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും മിക്ക കർഷകരും ഏലം ഉൾപ്പെടെ മറ്റ് കൃഷികളിലേക്ക് മാറാനുള്ള കാരണവുമാകുന്നുണ്ട്. മാർച്ച് ആദ്യവാരം 1 കിലോ കുരുമുളകിന് 683 രൂപയായിരുന്നു. ഇപ്പോഴിത് 700 രൂപയ്ക്ക് മുകളിലെത്തി. എന്നാൽ ഉൽപാദനം കുത്തനെ കുറഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായി. ഉൽപാദനം തീരെ അങ്ങ് കുറഞ്ഞു. പണികളൊന്നും എല്ലാം ശരിയാകുന്നില്ല. എല്ലാ ഏലത്തോട് തിരിഞ്ഞപ്പോഴത്തേക്കും
കുരുമുളക് സത്യം കുറഞ്ഞു, കാലാവസ്ഥ വ്യതിയാനം വന്നു, എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഉൽപ്പാദനത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുമുണ്ട്. കാലാവസ്ഥയുടെ മാറ്റം എല്ലാം കൂടെ വന്നപ്പോൾ വില വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പം വന്നു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, കൃഷിക്കാർക്ക് ചരക്കുള്ളപ്പം വിലയില്ല, വിലയുള്ളപ്പോൾ ചരക്കുമില്ല, ആ രീതിയിൽ വന്നു. 2004 ഇടുക്കി ജില്ലയിൽ 83,000 ഹെക്ടറിൽ കുരുമുളക് കൃഷിയുണ്ടായിരുന്നു. 2019 ആയപ്പോഴേക്കും ഇത് പകുതിയായി കുറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും മൂലം പല കർഷകരും മറ്റു കൃഷികളിലേക്ക് മാറുകയാണ്. കൊടിയിടുക, പരിപാലിച്ചു വന്നു, രണ്ടാം കൊടി കായ്ച്ചു വരുമ്പോഴത്തേക്കും അത് കേട് ബാധിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് കൊടിക്ക് ആയുസില്ലാണ്ടാകുകയാണ്. കാലാവസ്ഥ മാറ്റമാണോ എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും അതിൽ നിന്ന് പിന്മാറി ഇപ്പം ഏലകൃഷിയായിട്ടാണ് ശ്രദ്ധ തിരിച്ചിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം കുരുമുളക് വിളവെടുത്താൽ ഉടൻ തന്നെ വിൽക്കാൻ കർഷകർ നിർബന്ധിതരാകും. അതിനാൽ സീസണിന്റെ അവസാന ഘട്ടത്തിലുണ്ടാകുന്ന വിലവർധനയുടെ ഗുണം കർഷകർക്ക് ലഭിക്കാറില്ല. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മളിങ്ങനെ പാചകവാതക പ്രതിസന്ധിയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അതിജീവിക്കുകയാണ് അതിനെ, എങ്കിൽ പോലും ചില ഘട്ടങ്ങളിലെങ്കിലും നമുക്ക് അടുക്കള പൂട്ടേണ്ട അവസ്ഥയിലേക്കൊക്കെ ചിലപ്പോൾ എത്തുകയാണ്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു പദ്ധതി കൊണ്ടുവരികയാണ്. സോളാർ അടുപ്പ് എന്നുള്ളൊരു പരീക്ഷണം മുന്നോട്ട് വയ്ക്കുകയാണ് ഡോക്ടർ ജോൺസൺ MA. 5 വർഷം നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് അദ്ദേഹം പുതിയ പരീക്ഷണം വിജയകരമാക്കിയത്. റിപ്പോർട്ട് കാണാം. യുദ്ധം സൃഷ്ടിച്ച പ്രതിസന്ധി രാജ്യത്തെ ഓരോ പൗരന്റെയും അടുക്കളയെയാണ് ആദ്യം ബാധിച്ചത്. ഇനി ഇത്തരമൊരു പ്രതിസന്ധി നേരിടാതിരിക്കാനുള്ള പോംവഴിയാണ് തന്റെ സോളാർ അടുപ്പെന്ന് ഉറപ്പു നൽകുകയാണ് പെരുവണ്ണാമുഴി MTech ഇലക്ട്രോ ഡിജിറ്റൽ ഇൻഡസ്ട്രി ട്രെയിനിംഗ് റിസർച്ച് സെന്റർ ഉടമ ഡോക്ടർ MA ജോൺസൺ. സൂര്യപ്രകാശത്തിൽ നിന്നും ഊർജം ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന അടുപ്പാണ് ഇദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്. 12 വോൾട്ട് DC സോളാറിൽ പ്രവർത്തിക്കാവുന്ന, രാത്രിയും പകലും പാചകം ചെയ്യാവുന്ന ഒരു പാചക അടുപ്പ് ഇവിടെ നിന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ പേറ്റന്റ് നടക്കുന്നതിനാൽ ആണ് ഇത് ഒരു 5 വർഷമായി ഇതിൻ്റെ ഗവേഷണ പ്രവർത്തനമൊക്കെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. 3 വർഷമായി ഇത് യാഥാർത്ഥ്യമാക്കി വെച്ചിട്ട് എനിക്ക് 2 വർഷമായിട്ട് സോളാറിൻ്റെ പാചക അടുപ്പ് നിർമ്മിക്കാനുള്ള എല്ലാ അംഗീകാരവും അതിനുള്ള എല്ലാ ഇതും എൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ ടെക്നോളജിയും എല്ലാം ഓക്കെയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത ഘട്ടം ഇതിൻ്റെ നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനവും ആരംഭിക്കുകയാണ്. നിലവിൽ ഒരു 4 അംഗ കുടുംബത്തിന് ആവശ്യമായ രീതിയിലുള്ള അടുപ്പാണ് നിർമ്മിച്ചത്. ഏറെ കടമ്പകൾ കടന്നാണ് ലൈസൻസ് ഉൾപ്പെടെ നേടിയത്. ഇന്ത്യയിൽ തന്നെ ഈ സോളാർ അടുപ്പ് നിർമ്മാണത്തിന് അനുമതി നേടിയത് ജോൺസൺ മാത്രമാണ്. നിലവിൽ പേറ്റന്റിന് അപേക്ഷ നൽകിയിട്ടുണ്ട്. പേറ്റന്റ് ലഭിച്ചാൽ വിപണനത്തിലേക്ക് കടക്കും. ജനിച്ച് 6 മാസത്തിനിപ്പുറം പോളിയോ തളർത്തിയ ജീവിതത്തെ പരീക്ഷണങ്ങൾ കൊണ്ട് വിജയിച്ച ചരിത്രമാണ് ജോൺസന് പിന്നിലുള്ളത്. ലോകത്താദ്യമായി LED ബൾബുകൾ വെളിച്ചത്തിന് ഉപയോഗിക്കാവുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തത് ഈ വലിയ മനുഷ്യനാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അടച്ച UAE സ്കൂളുകൾ പ്രവർത്തനം ആരംഭിച്ചു. പൂക്കളും മധുരപലഹാരങ്ങളും നൽകിയാണ് പല സ്കൂളുകളും വിദ്യാർത്ഥികളെ സ്വീകരിച്ചത്. കോളേജുകളുടെ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട്. അതേസമയം ചില സ്കൂളുകളിൽ വിദൂര പഠന രീതി കുറച്ച് ദിവസങ്ങൾ കൂടി തുടരും. ഇറാൻ US ഇസ്രായേൽ യുദ്ധത്തെ തുടർന്നുണ്ടായ സാഹചര്യത്തിലാണ് UAE സ്കൂളുകൾ അടച്ചത്. ഏതാണ്ട് 50 ദിവസങ്ങൾക്ക് ശേഷം വിദ്യാലയങ്ങൾ ഇന്ന് തുറന്നു. സ്കൂൾ ബസ്സുകളുടെ സർവീസും ആരംഭിച്ചിട്ടുണ്ട്. 1.5 മാസത്തിലേറെ നീണ്ട ഓൺലൈൻ പഠനകാലത്തിന് ശേഷം വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ നേരിട്ടെത്തി പഠനം ആരംഭിച്ചത് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഹൃദ്യമായ സന്ദേശത്തോടെ സ്വാഗതം ചെയ്തു. വെല്ലുവിളികൾക്ക് മുന്നിൽ പതറാത്ത ജനതയാണ് നമ്മളെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. നിങ്ങൾക്കൊപ്പവും നിങ്ങൾക്ക് വേണ്ടിയുമാണ് UAE അതിന്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതെന്നും വിദ്യാർത്ഥികൾക്കുള്ള സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. മേഖലയിലെ അസാധാരണ സാഹചര്യത്തിലും തടസ്സങ്ങളില്ലാതെ വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ സാധിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പൂക്കളും മധുരപലഹാരങ്ങളും നൽകിയാണ് സ്കൂളുകൾ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തത്. കൂട്ടുകാർക്കൊപ്പം ക്ലാസുകളിലേക്ക് തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലായിരുന്നു വിദ്യാർത്ഥികൾ. കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ ഉറപ്പാക്കിയാണ് സ്കൂളുകൾ പ്രവർത്തനം ആരംഭിച്ചത്. ചില സ്കൂളുകൾ വരുന്ന ഒരാഴ്ച കൂടി ഓൺലൈൻ പഠന രീതിയിൽ തുടരും. അമൃത ന്യൂസ്, ദുബായ്. സൗദി അറേബ്യയിലെ യാംബൂൽ നടക്കുന്ന 16ാമത് അന്താരാഷ്ട്ര പുഷ്പമേളയിലേക്ക് ജനപ്രവാഹമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സ്വദേശികളും മലയാളികളടക്കമുള്ള വിദേശികളുമായി ആയിരങ്ങളാണ് ഓരോ ദിവസവും പുഷ്പനഗരിയിലേക്ക് എത്തുന്നത്. ഏപ്രിൽ 23 വരെ നീണ്ടു നിൽക്കുന്ന മേള സന്ദർശകർക്ക് ഒരു പുതിയ അനുഭവമാണ്. മാർച്ച് 23 തുടക്കം കുറിച്ച
യാംബോ പുഷ്പമേളയുടെ ആദ്യ ദിനം മുതൽ തന്നെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. യാംബോ റോയൽ കമ്മീഷൻ അൽ മുനാസബത്ത് പാർക്കിൽ ഒരുക്കിയ പുഷ്പമേള സൗദിയിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക ഉല്ലാസ പരിപാടിയായി മാറിക്കഴിഞ്ഞു. മലയാളി പ്രവാസി സംഘടനകളുടെയും മറ്റു നേതൃത്വത്തിൽ വെള്ളി ശനി ദിവസങ്ങളിൽ സന്ദർശകരുടെ വലിയ നിര തന്നെ ഇവിടെ എത്തുന്നുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡുകളിൽ ഇടം പിടിച്ച ചരിത്രമുള്ള യാംബു പുഷ്പോത്സവത്തിൽ വർഷവും അത്ഭുതകരമായ പുതുമകളാണ് റോയൽ കമ്മീഷൻ ഒരുക്കുന്നത്. സെയ്ദ് അലവി ജിദ്ദ. ഞങ്ങൾ ജിദ്ദയിൽ നിന്ന് എല്ലാ വർഷവും യാംബോ ഫ്ലവർ ഷോക്ക് വരാറുണ്ട്. കാരണം എല്ലാ വർഷവും വ്യത്യസ്തമായ പരിപാടികൾ ഉണ്ടാവാറുണ്ട്. ഇത്തവണ 5 റിയാലാണ് പ്രവേശന ടിക്കറ്റ് നിരക്ക്. 20 റിയാൽ നൽകിയാൽ സീസൺ ടിക്കറ്റും ലഭ്യമാണ്. സന്ദർശകർക്ക് ഓൺലൈൻ വഴി ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയാണ് പ്രവേശന സമയം. രാത്രിയിൽ അരങ്ങേറുന്ന സാംസ്കാരിക പരിപാടികൾ, വൈവിധ്യമാർന്ന ഫുഡ് കോർട്ടുകൾ, പക്ഷികളുടെ പാർക്ക്, കുട്ടികളുടെ കളിസ്ഥലം എന്നിവ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഹൃദ്യമായ അനുഭൂതി പകരുന്നു. പുഷ്പമേളക്കെത്തുന്നവർക്ക് യാംബുവിലെ പഴയ നഗരം, തടാകം, കോറൽ ബീച്ചുകൾ എന്നിവ സന്ദർശിക്കാനും ബോട്ട് യാത്ര ആസ്വദിക്കാനുമുള്ള സൗകര്യമുണ്ട്. നൂറുകണക്കിന് മലയാളികളടക്കമുള്ള പ്രവാസികളും സ്വദേശികളുമാണ് യാംബോയിലേക്ക് ഒഴുകിയെത്തുന്നത്. യാംബോയിലെ ഫ്ലവർ ഷോയിൽ നിന്ന് സുൽഫിഖ് റദായ്, അമൃത ന്യൂസ്. തിരുവനന്തപുരം അമൃത ശില്പകലാക്ഷേത്രത്തിൽ അയൂത്ത് റെസിഡൻഷ്യൽ സമ്മർ ക്യാമ്പായ സൃഷ്ടി 2026 സംഘടിപ്പിച്ചു. യുവജനങ്ങളിൽ ദേശസ്നേഹവും മൂല്യബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്നും 14 മുതൽ 18 വയസ്സ് വരെയുള്ള 22 വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ബൗദ്ധിക വളർച്ച, സൃഷ്ടിപരമായ ചിന്ത, മൂല്യാധിഷ്ഠിത ജീവിതം എന്നിവ സമന്വയിപ്പിച്ച സമഗ്ര പഠനാനുഭവമാണ് ക്യാമ്പ് വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചത്. അമൃത വിശ്വവിദ്യാപീഠം ആർട്സ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് സ്കൂൾ ഡീൻ പ്രൊഫസർ യു കൃഷ്ണകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ കൈമനം മാതാമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി സ്വാമി ബോധിതീർത്ഥ, പ്രൊഫസർ ശിവകുമാർ, അമൃത വിശ്വവിദ്യാപീഠത്തിലെ അധ്യാപകരായ ശിവാനന്ദൻ, സുമേഷ്, സൂരജ്, അമൃതേഷ്, യോഗ ട്രെയിനർ രതീഷ്, അയൂത്ത് തിരുവനന്തപുരം മെന്റർ ഡോക്ടർ അനീഷ് നായർ, അമൃത ലീപ് ട്രെയിനർ സായുജ്യ തുടങ്ങിയവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. അമൃത സർവകലാശാല കുട്ടികൾക്കായി സൗജന്യ സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മെയ് 1 മുതൽ 5 വരെ കൊല്ലം അമൃതപുരി ക്യാമ്പസിലാണ് ക്യാമ്പ് നടക്കുക. 9 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. വിജ്ഞാനവും വിനോദവും കോർത്തിണക്കിയാണ് വിസ്മയ 2026 എന്ന പേരിൽ 5 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കുട്ടികളിലെ സർഗവാസനകളെയും വ്യക്തിത്വത്തെയും ഉണർത്തുകയാണ് ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9774026992 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ത്രസിപ്പിക്കുന്ന ഒരു പോരാട്ടമാണ് IPL ഇന്നലെ കണ്ടത്. ഗുജറാത്ത് ടൈറ്റൻസിനെ 99 റൺസിന് തോൽപ്പിച്ച മുംബൈ ഇന്ത്യൻസ്. 15.5 ഓവറിലാണ് മുംബൈയുടെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 199 റൺസ് നേടി. 101 റൺസ് നേടി പുറത്താകാതെ തിലക് വർമ്മയുടെ പ്രകടനമാണ് മുംബൈക്ക് മുതൽക്കൂട്ടായത്. IPL തിലകിന്റെ ആദ്യ സെഞ്ചുറിയാണ് ഇത്. 45 പന്തിൽ നിന്നായിരുന്നു സെഞ്ചുറി നേട്ടം. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലാണ് മത്സരം. 6 മത്സരങ്ങളിൽ 3 മത്സരവും ജയിച്ച് 6 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്താണ് ഹൈദരാബാദ്. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. വാർത്തകളുടെ അപ്ഡേഷൻസ് ഒക്കെ ഇന്ന് വരാനുണ്ട്. അതൊക്കെ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.